യു ഡി എസിൽ 3 മൊഡ്യൂളാണ് ഉള്ളത്. ഈ 3 മൊഡ്യൂളിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നോക്കി പോകാം. അതിൽ ഫസ്റ്റത്തെ യൂണിറ്റ് വരുന്നത് സ്കൂൾ സബ്ജക്റ്റാണ്. സ്കൂൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ അതിൽ മേജറായിട്ടുള്ള ഏതൊക്കെയാണ്? മേജറായിട്ട് പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് ലാംഗ്വേജുകൾ, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, സയൻസ്. ഇനി ഇതൊക്കെ എന്തിനാണ് സ്കൂൾ സബ്ജക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്? അതിൻ്റെ റീസൺസ് ആണ് ചോദിക്കുന്നത്. ലാംഗ്വേജ് എന്തിനായിരിക്കും? ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ റീഡിങ്, വായിക്കാനും എഴുതാനും മനസ്സിലാക്കാനും സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ലൈക്ക് റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇത് ഡെവലപ്പ് ചെയ്യാൻ എന്ത് വേണം? ലാംഗ്വേജ് സ്കൂൾ സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരാളുടെ മനസ്സിലുള്ള ചിന്തയെ ക്ലിയർ ആൻഡ് എഫക്റ്റീവായിട്ടുള്ള വേയിൽ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് മനസ്സിലാവാനുമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലാംഗ്വേജ് വേണം. പിന്നെ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള കൾച്ചർ ഉണ്ടാവും. ഇപ്പോൾ മലയാളത്തിന് ഒരു മലയാളി തനിമയുണ്ട്, അതേപോലെ ഇംഗ്ലീഷിന് ഒരു വെസ്റ്റേൺ തനിമയുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായുള്ള കൾച്ചറുണ്ട്. അത് നമ്മൾ അവെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ലാംഗ്വേജ് വേണം. നമ്മൾ ചെറിയ ചെറിയ ഐഡിയാസേ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് എന്തിനായിരിക്കും? നമ്മൾ സോഷ്യൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ ഒരു സൊസൈറ്റിയിൽ. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സിറ്റിസൺഷിപ്പിൻ്റെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ പാസ്റ്റൊക്കെ അറിയുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ റിഫോമേഴ്സൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൈൻഡഡ്നെസ് നമ്മൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുതന്നെ എക്കണോമിക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ എക്കണോമിക്സ് എന്താ, നമ്മുടെ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താ, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സോഷ്യൽ സയൻസ് വേണം. ഓക്കെ, ഇനി സയൻസ് എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്കൂളിൽ? കുട്ടികൾ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ, അതേപോലെ തന്നെ ക്യൂരിയോസിറ്റി ആൻഡ് റേഷണൽ തിങ്കിങ് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാൻ ക്യൂരിയോസിറ്റിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് സയൻസ് വേണം. അതേപോലെ തന്നെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലംസൊക്കെ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിനെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ അനലൈസ് ചെയ്ത് എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനൊക്കെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം. ആദ്യം നമ്മൾ അതിനൊന്ന് നോക്കും, പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും നോക്കും, എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും? എവിഡൻസൊക്കെ വെച്ച് നമ്മളിങ്ങനെ നോക്കിയിട്ട് നമുക്ക് അവസാനം ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, അതേപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റീസണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം. ഇനി അതേപോലെ ടെക്നിക്കൽ സ്കില്ലുകളൊക്കെ അല്ലേ, നമ്മൾ പഠിക്കുമ്പോൾ സയൻസുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല എത്രത്തോളം ടെക്നോളജി വലുതായിട്ടുണ്ട്, ഏതൊക്കെ ടെക്നോളജികളാണ് നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാം. അതേപോലെ ടെക്നിക്കൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറ്റും? സയൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി മാത്തമാറ്റിക്സ്, ഈ 2 പോയിൻ്റ് എന്തായാലും പഠിച്ചു വെച്ചാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, റീസണിങ് എബിലിറ്റീസ്. അത് മാത്സിൻ്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ എന്തിന് മാത്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കാര്യമാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലും റീസണിങ് എബിലിറ്റീസും. ഓക്കെ, ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്തിട്ട് അതിന് വേരിയസ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ടാക്കിൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും. അതിനാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയാം. റീസണിങ് എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോജിക്കലായിട്ടും സ്ട്രക്ചറലായിട്ട് തിങ്ക് ചെയ്യുക. ഒരു സ്ട്രക്ചർ ഇന്ന രീതിയിൽ അങ്ങനെ സ്ട്രക്ചറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റീസണിങ് എബിലിറ്റീസ് എന്ന് പറയാം. അത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രിസിഷന്, അക്യുറസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു മാത്തമാറ്റിക്സ് കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ യൂണിറ്റാണ് അക്കാദമിക് ഡിസിപ്ലിൻ. അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കാര്യമില്ല, അതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് സ്കൂൾ സബ്ജക്റ്റ്, അതിലേതെങ്കിലും ഒരു ഭാഗം മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് അത് അക്കാദമിക് ഡിസിപ്ലിൻ. ഓക്കെ, അപ്പോൾ ഒരു ഏരിയനെ മാത്രം നമ്മൾ നല്ല ഡീപ്പായിട്ട് പഠിക്കുക, അതിനെയാണ് നമ്മൾ അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻ അക്കാദമിക് ഡിസിപ്ലിൻ ഈസ് എ ബ്രാഞ്ച് ഓഫ് നോളജ് തോട്ട് ഓർ റിസർച്ച്ഡ് അറ്റ് ദ അക്കാദമിക് ലെവൽ. അതിന് എക്സാമ്പിളാണ് ഫിസിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി എന്നൊക്കെ വരുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് എന്താ? ഡിസിപ്ലിൻസ് ആർ സ്ട്രക്ചേർഡ് ഫീൽഡ് ഓഫ് സ്റ്റഡി ഫോക്കസിങ് ഓൺ എ സ്പെസിഫിക് നോളജ് ആൻഡ് മെത്തേഡ് ഓഫ് ഇൻക്വയറി. ഓക്കെ, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഏരിയനെ മാത്രം, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സ് മാത്രം, ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി മാത്രം, അങ്ങനെയുള്ള ഒരു ഏരിയനെ മാത്രം ഒരു സ്ട്രക്ചേർഡായിട്ട് പഠിക്കുക, ഫോക്കസ് ചെയ്തുകൊണ്ടും അതിലുള്ള നോളജിനെ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ടും പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മെത്തേഡ് ഓഫ് ഇൻക്വയറി എന്ന് പറയുന്നത് ഇപ്പം ഹിസ്റ്ററി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് സർവേ ഒക്കെ നടത്തിയിട്ട് നമ്മൾ ചെയ്യാം അല്ലേ. ഇനി സയൻസ് ആണെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് നടത്തുക. അതിൻ്റേതായിട്ടുള്ള മെത്തേഡ് ഓഫ് ഇൻക്വയറി ഉണ്ടാകും. അതിൻ്റേതായിട്ടുള്ള മെത്തേഡിൽ മാത്രം നമ്മൾ ചെയ്യുള്ളൂ. അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് ഇൻക്വയറി എന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫീൽഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് നോളജിനെ നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുക? ഡിസിപ്ലിൻ എന്ന് പറയാം. ഇനി നേച്ചർ ഓഫ്
ഡിസിപ്ലിനാണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്. എന്താ നേച്ചർ എന്ന് പറയുന്നത്? ആ ഒരു ഡിസിപ്ലിൻ്റെ പ്രകൃതി എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഓരോ ഡിസിപ്ലിനും അതിൻ്റേതായിട്ടുള്ള ടെർമിനോളജി ഉണ്ടാവും. ടെർമിനോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലാംഗ്വേജ്, ഇപ്പോൾ മാത്സിൽ മാത്രമേ ഇൻ്റഗ്രല്, ഡിഫറൻസിയേഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ അല്ലേ. എന്നാൽ ബയോളജിയിൽ മാത്രമേ ഫോട്ടോസിന്തസിസ്, അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഫോട്ടോസിന്തസിസ്, പിന്നെ വേറെ ഏതാ, സൺലൈറ്റ് ട്രാൻസ്മിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഇനി ഹിസ്റ്ററിയിലാണെങ്കിലോ, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഇതാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള ടെർമിനോളജി. അതിൻ്റേതായിട്ടുള്ളൊരു ലാംഗ്വേജ് ഉണ്ടാവും. ഇനി മെത്തേഡ് ഓഫ് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡുകളുണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സയൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. സോഷ്യൽ സയൻസിലാണെങ്കിലോ നമ്മൾ സർവേ ചെയ്ത് കണ്ടുപിടിക്കും. മാത്സിലാണെങ്കിലോ നമ്മൾ പ്രൂഫ് വെച്ചിട്ട് ഓരോന്ന് പ്രൂഫ് വെച്ചിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ ഓരോന്നിനും അതിന് തരുന്ന മെത്തേഡ് ഓഫ് ഇൻക്വയറി ഉണ്ട്. ഇതാണ് രണ്ട് നേച്ചർ നമ്മൾ പറഞ്ഞു. ഒന്ന് ഡിസിപ്ലിൻ സ്പെസിഫിക് ടെർമിനോളജി, പിന്നെ മെത്തേഡ് ഓഫ് ഇൻക്വയറി. ഇനിയുള്ളത് പബ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ, ജേണലായിട്ടും ബുക്കായിട്ടും റിസർച്ച് പേപ്പറായിട്ടും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഓരോരുത്തർ അവരുടെ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനാണ് പബ്ലിക്കേഷൻ എന്ന് പറയാം. പിന്നെ അതിന് എക്സ്പേർട്സ് ഉണ്ടാവും, ഫ്രറ്റേണിറ്റി ഉണ്ടാവും. എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിനെ കുറിച്ച്, ആ ഒരു ഡിസിപ്ലിനെ കുറിച്ച് ഒരുപാട് തവണ പഠിച്ചിട്ട് അതിന് ഗ്രോത്തിനും വേണ്ടിയിട്ട്, അതിന് സ്പെഷ്യലൈസേഷനും വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് സ്കൂൾ സബ്ജക്റ്റിൻ്റെയും അക്കാദമിക് ഡിസിപ്ലിൻ്റെയും ഡിഫറൻസാണ്. ഈ സ്കൂൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന സബ്ജക്റ്റ്, അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സബ്ജക്റ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ സ്കോപ്പ്, മെത്തഡോളജി, എക്സാമ്പിളൊക്കെ ഡിഫറൻസ് അല്ലേ. നമ്മൾ മാത്സ്, സയൻസ് അങ്ങനത്തെ കാര്യമൊക്കെ സ്കൂൾ സബ്ജക്റ്റിൽ കൊടുക്കാം. മാത്സ്, സയൻസ്, ലാംഗ്വേജ് കൊടുക്കാം, സോഷ്യൽ സയൻസ് കൊടുക്കാം, ഒക്കെ കൊടുക്കാം. എന്നാൽ അക്കാദമിക് ഡിസിപ്ലിനിലോ ആൾജിബ്ര, ഫിസിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി മെത്തഡോളജി ആണെന്നുണ്ടെങ്കിലോ നമ്മുടെ സ്കൂൾ സബ്ജക്റ്റിൽ സിമ്പിളായിട്ടുള്ള മെത്തഡോളജീസിലായിരിക്കും യൂസ് ചെയ്യുക അല്ലേ. എന്നാൽ അക്കാദമിക് ഡിസിപ്ലിനിലോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തഡ്സ്, ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള മെത്തഡോളജി തന്നെ ഉണ്ടാവും. ഇനി സ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ ബ്രോഡർ ആയിട്ടുള്ള സ്കോപ്പ് ഓഫ് സ്കൂൾ സബ്ജക്റ്റ് ഉണ്ടാവുക, എന്നാൽ സിമ്പിൾ ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ അക്കാദമിക് ഡിസിപ്ലിനിലോ ബ്രോഡർ ആയിട്ടുള്ള ഏരിയ ആണോ? അല്ല, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ സിമ്പിളർ ടോപ്പിക്സ് ആണോ? അല്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലേ വരിക. ഇനിയും ഒരുപാട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം കേട്ടോ. ഈ അക്കാദമിക് ഡിസിപ്ലിനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്ത കാര്യങ്ങളാണ് നമ്മൾ സ്കൂൾ സബ്ജക്റ്റിലേക്ക് കൊടുക്കുന്നത്. അതേപോലെ സ്കൂൾ സബ്ജക്റ്റിൻ്റെ അഡ്വാൻസ്ഡ് ഫോമാണ് നമ്മൾ അക്കാദമിക് ഡിസിപ്ലിനിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്കൂൾ സബ്ജക്റ്റിൽ ഒരുപാട് ലാംഗ്വേജുകൾ നമ്മൾ യൂസ് ചെയ്യും. അക്കാദമിക് ഡിസിപ്ലിനോ ഒരു ഏരിയ ഓഫ് നോളജ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫോക്കസ് ചെയ്യുള്ളൂ. പിന്നെ ഒരുപാട് ഡിഫറൻഷ്യേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ, ഇപ്പം അത്രേ ഓർമ്മ വരുന്നുള്ളൂ. പിന്നെ ഇനി അടുത്തത് ബിഗ് ലാൻഡ് മോഡൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസിപ്ലിനെ നമ്മൾ ബിഗ് ലാൻഡ് മോഡൽ 6 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 2 സോഫ്റ്റും ഹാർഡും. സോഫ്റ്റ് വേഴ്സസ് ഹാർഡ്. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഹാർഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ നാച്ചുറൽ സയൻസിൽ വിട്ടുന്ന ആൾക്കാരൊക്കെ ഹാർഡ് ഡിസിപ്ലിന് വരും. ഇനി പ്യുവർ ലൈഫ് വേഴ്സസ് പ്യുവർ നോൺ ലൈഫ്. ലൈഫ് എന്ന് പറയുമ്പോൾ എന്താ വരും, ബയോളജി അങ്ങനത്തെ കാര്യങ്ങൾ. നോൺ ലൈഫ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ലിവിങ് ഓർഗാനിസമായിട്ട് ഡീൽ ചെയ്യുന്ന ഡിസിപ്ലിനൊക്കെ പ്യുവർ ലൈഫിൽ വരും. ലിവിങ് ഓർഗാനിസം അല്ലാത്ത കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പ്യുവർ നോൺ ലൈഫിൽ വരും. ഇനിയുള്ളത് അപ്ലൈഡ് നോൺ ലൈഫും. അപ്ലൈഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, നമ്മൾ ലൈഫ് നമ്മൾ പറഞ്ഞില്ല, പ്യുവർ ലൈഫ് നമ്മൾ ലിവിങ് ഓർഗാനിസമായിട്ട് ഡീൽ ചെയ്യുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ മെഡിസിന് ഒരു അപ്ലിക്കേഷനാണ്, ലാബിലേക്ക് ഒരു അപ്ലിക്കേഷനാണ്. അതേപോലെ അങ്ങനെ ലൈഫിലേക്ക് നമ്മൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈഡ് ലൈഫ് എന്ന് പറയാം. അപ്ലൈഡ് നോൺ ലൈഫായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിങ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ നോൺ ലൈഫായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈഡ് നോൺ ലൈഫിലേക്ക് വരും. ഓക്കെ, അപ്പോൾ 6 നമ്മൾ പറഞ്ഞു. സോഫ്റ്റ് വേഴ്സസ് ഹാർഡ്, പ്യുവർ ലൈഫ് വേഴ്സസ് പ്യുവർ നോൺ ലൈഫ്, അപ്ലൈഡ് ലൈഫ് വേഴ്സസ് അപ്ലൈഡ് നോൺ ലൈഫ്. ഇത്ര 6 നമ്മൾ ബിഗ് ലാൻഡ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിസിപ്ലിനാരിറ്റീസ് ആണ്. ഇതിൽ 3 പറയുന്നുണ്ട്. ഒന്ന് ഡിസിപ്ലിനറി, നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഏരിയ ഓഫ് സ്റ്റഡിനെ ഫോക്കസ് ചെയ്തുള്ള പഠനമാണ് ഡിസിപ്ലിനറി. ഇനി ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസിപ്ലിനറി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഇപ്പോൾ ബയോളജി, കെമിസ്ട്രിയും ജോഗ്രഫി ഒക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബയോളജിയിലുള്ള ഐഡിയനെ, ഒരു ഡാറ്റനെ നമ്മൾ IT-യും സ്റ്റാറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. ബയോ ഇൻഫോർമാറ്റിക്സ്. ഇപ്പോൾ നമ്മൾ ജെനറ്റിക്സ് ഒക്കെ ചെയ്യും അല്ലേ. ജെനറ്റിക്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക,
നമ്മൾ ഈ ഡാറ്റ ഫുള്ള് കളക്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും, ഒരു സ്റ്റാറ്റിക്സ് യൂസ് ചെയ്തിട്ട് ഇതൊരു സ്റ്റാറ്റിക്കൽ ഫോമിലാക്കും. എന്നിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റനെ അനലൈസ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ ജനറ്റിക്സിനൊക്കെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ബയോളജി ഡാറ്റിനെ സ്റ്റാറ്റിയും കമ്പ്യൂട്ടർ സയൻസ് യൂസ് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറിൻ്റെ ആവശ്യം വന്നില്ലേ, അതാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഒരുപാട് ഇപ്പോൾ രണ്ടോ അതിലധികമോ ഡിസിപ്ലിനറി കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു ഡിസിപ്ലിനറി ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ഇൻ്റർ ഡിസിപ്ലിനറി പറയാം. ഇനി മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ അവിടെയും 2-3 ഡിസിപ്ലിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പഠിക്കുക. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമേ പഠിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ മാത്സും ബയോളജിയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. പക്ഷേ മാത്സിനെ നമ്മൾ ബയോളജി ആയിട്ട് കൂട്ടിച്ചേർക്കില്ല. മാത്സിന് മാത്സിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമേ പറയുള്ളൂ, ബയോളജിന് ബയോളജിൻ്റേതായിട്ടുള്ള രീതിസ് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ രണ്ടിനും ടെർമിനോളജിയോ മെത്തേഡ് ഓഫ് ഇൻക്വയറി ഒന്നും കൂട്ടി കുഴക്കില്ല. ഓക്കെ, അതാണ് മൾട്ടി ഡിസിപ്ലിനറി. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളത് യൂണിറ്റ് 3. യൂണിറ്റ് 3ൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും നേച്ചറും അതേപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നുണ്ട്. ലാംഗ്വേജിൻ്റെയും മാത്സിൻ്റെയും സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ഒക്കെ ഹിസ്റ്ററിയും പഠിക്കുന്നുണ്ട്, നേച്ചറും പഠിക്കുന്നുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെ ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി ഷോർട്ടായിട്ടാണ്, ഇത് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കണം. ഞാൻ ഷോർട്ടായിട്ടുള്ള ഒരു ഐഡിയ തരാം. ലാംഗ്വേജ് ആദ്യമൊക്കെ എന്തിനായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ അവരെ കൾച്ചർ എക്സ്ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. പിന്നെ അതിലെന്ത് വരും, ആൽഫബറ്റുകൾ വരും, എഴുത്തുകൾ, സ്ക്രിപ്റ്റുകൾ വരും, പിന്നെ ഗ്രാമറുകൾ വരും. അങ്ങനെയാണ് ഹിസ്റ്ററി എഴുതുന്നത്. ഇനി നേച്ചർ എന്താ, ഇതിൻ്റെ ഒരു പ്രകൃതി എന്താ, ഓരോ ലാംഗ്വേജിനും അതിൻ്റെ കൾച്ചർ ഉണ്ടാവും പറഞ്ഞു അല്ലേ. അപ്പോൾ കൾച്ചറൽ ഐഡൻറ്റിറ്റി, കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ ലാംഗ്വേജിനെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിൻ്റെയും ലിറ്ററസിൻ്റെയും കമ്മ്യൂണിക്കേറ്റീവിൻ്റെ ഒക്കെ എക്സ്പെക്റ്റ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി മാത്സിൻ്റെ ഹിസ്റ്ററി, മാത്സ് ആദ്യ കാലത്ത് എന്തിനായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക, ഓഫ് കോഴ്സ് കൗണ്ട് ചെയ്യാനും മെഷർ ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും അല്ലേ. പിന്നെ അത് ആൻഷ്യൻ സിവിലൈസേഷൻ്റെ സമയത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻ വന്നിട്ട്, ഈജിപ്ഷ്യനും ഗ്രീക്സും ഇന്ത്യൻസിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ വന്നിട്ടാണ് അതെന്താവുന്നത്, നമ്മൾ ഇന്ന് കാണുന്ന മാത്സിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓൾജിബ്ര, ജിയോമെട്രി കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി അതിൻ്റെ നേച്ചർ എന്താ, നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രണ്ടെണ്ണം ഇവിടെ ചെയ്താട്ടോ. ഇവിടെ നേച്ചർ അബ്സ്ട്രാക്റ്റ് ആണ്, ലോജിക്കലാണ്, റീസണിങ്ങിനെ എബിലിറ്റിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സലാണ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് മാത്തമെറ്റിക്സ് അല്ലേ. പിന്നെ അത് വേറെ ഒരു ലാംഗ്വേജിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആണ്. പിന്നെ പ്രിസൈസ് ആണ്, പിന്നെ ഒരുപാട് ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെ നേച്ചറാണ്. ഇനി നേച്ചർ ഓഫ് സയൻസ്, സയൻസിൻ്റെ നേച്ചറാണ് ചോദിക്കുന്നത്. സയൻസിൻ്റെ നേച്ചർ എന്താ, നേച്ചുറൽ ഫിനോമിനനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി എമേർജ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റ് ആൻഡ് ഡിസ്കവറി ഇതിൽ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ന്യൂട്ടൻ്റെ ലോസ്, പിന്നെ ഡാർവിൻ്റെ തിയറി. ഓക്കെ, ഇനി അതിന് നേച്ചർ എന്താണ്, അതിൻ്റെ നേച്ചർ, സയൻസിൻ്റെ നേച്ചർ എന്താ, സിസ്റ്റമാറ്റിക് ആയിരിക്കും. അതേപോലെ തന്നെ തെളിവുകളിലൂടെ ആയിരിക്കും അവിടെ പഠനം നടക്കുന്നത്, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഒബ്സർവേഷന്, എക്സ്പെരിമെൻറ്റേഷന്, വാലിഡേഷൻ ഇതിനൊക്കെ എൻകറേജ് ചെയ്യുന്ന സബ്ജക്റ്റാണ് സയൻസ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ സയൻസിൻ്റെ ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് എന്താ, സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നമ്മളെ സമൂഹത്തിനെ കുറിച്ചും മനുഷ്യൻ്റെ സ്വഭാവത്തിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ ആയിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഈ ഒരു കാര്യത്തിനൊക്കെ ആയിരിക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഇനി അതിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രകൃതി എന്താ, അനലിറ്റിക് ആയിരിക്കും അല്ലേ. അതേപോലെ ഇൻ്റർപ്രിറ്റേറ്റീവ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിന് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ ഡൈനാമിക്സ് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിന്മേലായിരിക്കും അതെന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് യൂണിറ്റ് 3 തന്നെ നമ്മളിപ്പോൾ നേച്ചറിൻ്റെ ഹിസ്റ്ററി ഓഫ് ഓരോ സ്കൂൾ സബ്ജക്റ്റുകൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് പുതിയ ഡിസിപ്ലിൻ എമേർജ് ചെയ്യുന്നത്. എന്തിനാണ് പുതിയ ഡിസിപ്ലിൻ വരുന്നത്, നമ്മൾ പറഞ്ഞു കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് പുതിയ ഡിസിപ്ലിൻ്റെ ആവശ്യം വരും. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി, പൊളിറ്റിക്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ പുതിയ ഡിസിപ്ലിന് വേണ്ടി വരും. അതേപോലെ തന്നെ റിസർച്ചും ഇൻവെൻഷൻസും ഒക്കെ കൂടി വരികയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു ബയോ ഇൻഫോർമാറ്റിക്സ്. അതിലെന്താ പറഞ്ഞത്, നമ്മളൊരു ബയോളജിക്കൽ ഡാറ്റ നമ്മളടുത്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ മാത്രം യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ അതിന് വേണ്ടി നമ്മളതൊരു സ്റ്റാറ്റിക്സ് ആക്കി മാറ്റിയിട്ട് ഒരു കമ്പ്യൂട്ടർ, ഒരു IT യൂസ് ചെയ്തിട്ട് നമ്മളതിന് പെട്ടെന്ന് തന്നെ നമുക്കതിന് ഡാറ്റ കിട്ടും അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുന്നത്, ബയോളജിനെയും കമ്പ്യൂട്ടറിനെയും സ്റ്റാറ്റിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു പുതിയ ഡിസിപ്ലിൻ്റെ ആവശ്യം വന്നില്ലേ. ഇനിയിപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഫീൽഡ് തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഫീൽഡിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അഗ്രികൾച്ചറിലേക്ക് പുതിയൊരു സ്ട്രക്ചർ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെയുള്ള ബയോളജി അല്ലേ, അവിടെയുള്ള ചെടികളുടെ ബയോളജി എനിക്ക് എടുക്കണം. അതേപോലെ തന്നെ ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു തീം എനിക്കിടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അതേപോലെ നമ്മുടെ
നമ്മുടെ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലും അല്ല ക്രിട്ടിക്കൽ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെമോക്രസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് പുതിയ ഡിസിപ്ലിൻ വേണം. അങ്ങനെ ഓരോന്നിനും ഇപ്പോൾ സോഷ്യൽ പൊളിറ്റിക്കൽ സിനാരിയോസിലാണെങ്കിലും റിസർച്ച് ആൻഡ് ഇൻവെൻഷൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്ലോബൽ ഇഷ്യൂസിൻ്റെ സ്പെഷ്യലൈസേഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമുക്ക് എന്ത് വേണം, പുതിയ ഡിസിപ്ലിനറീസ് വേണം അല്ലേ. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്, എനിക്കിപ്പോൾ ഇത്രയേ ഓർമ്മ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെയാണ് അതിൻ്റെ റീസൺ, എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. അതേപോലെ എമേർജ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എമേർജ് ചെയ്യുന്ന ഒരു 5 സബ്ജക്റ്റ് നമ്മളുടെ സിലബസിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ്, വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം, പ്രളയം, പിന്നെ ഏതാ ഉള്ളത്, ഉരുൾപൊട്ടൽ, അങ്ങനെയുള്ള സമയത്തൊക്കെ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, എങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, പിന്നെ അതിന് ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലേ. നമ്മളെടുത്തൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. അപ്പോൾ ഓരോ അവസ്ഥ വരുന്നതനുസരിച്ച് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആവശ്യകത അനുസരിച്ച് വന്നിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ അവിടെ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്ററിനെ കുറിച്ചായിരിക്കും അവിടെ പഠിക്കാം. നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ നാനോ സ്കെയിലുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ്, ഒബ്ജക്ട്സ്, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് നാനോ ടെക്നോളജി എന്ന് പറയാം. ഈ നാനോ ടെക്നോളജി എന്തിനായിരിക്കും കൂടുതലായിട്ടും നമ്മുടെ ബയോളജിയിൽ യൂസ് ചെയ്യില്ല, സെല്ലിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാക്കൂലേ നമ്മുടെ എൻജിനീയറിംഗ് ഫീൽഡിൽ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ഏരിയയിൽ നമ്മൾ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നുള്ളത് ജെമ്മോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെം സ്റ്റോൺസ് ഇല്ലേ, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ജെമ്മോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജെംസിനും നിങ്ങൾക്കറിയാം, ഓരോ ജെംസിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് അല്ലേ. നല്ല വാല്യുബിൾ ആയിട്ടുള്ള കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല റേറ്റ് കിട്ടും. അപ്പോൾ അതിനെങ്ങനെയാണ് വാല്യൂ ചെയ്യണത്, അതെങ്ങനെയാണ് ഒറിജിൻ ചെയ്യണത്, അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജെമ്മോളജിയിൽ പഠിക്കും. ഇനി ബയോ ഇൻഫോർമാറ്റിക്സ്, അത് നമ്മൾ പറഞ്ഞു, ബയോളജിനെയും മൈറ്റിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസിപ്ലിനറിയാണ് എന്ത് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും നമ്മുടെ ഡിസീസസിനെയൊക്കെ കുറിച്ചുള്ളൊരു പഠനമാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഏകദേശം യൂഡിഎസിൻ്റെ ഒരു മൊത്തം ഔട്ട്ലൈൻ എന്ന് പറയുന്നത്.